ബ്രോക്കേഴ്സ് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുമായ 3 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സെൻ ടെക്നോളജി ലിമിറ്റഡ്. സെൻ ടെക്നോളജി കഴിഞ്ഞ ദിവസം 3% ഇന്ന് 1% ഉയർന്ന് 1892 ക്ലോസിംഗ് നൽകി. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 78.15, ഡിവിഡൻഡ് യിൽഡ് 0.05%. സെൻ ടെക്നോളജി അമേരിക്കയിലെ ഫ്ലോറിഡ ബേസ്ഡ് സിമുലേഷൻ കമ്പനിയായ AVT സിമുലേഷൻ എന്ന കമ്പനിയുമായി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവയ്ക്കുകയും അമേരിക്കൻ മാർക്കറ്റിൽ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതുമാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. AVT സിമുലേഷൻ എന്ന കമ്പനിക്ക് സിമുലേഷൻ സെഗ്മെൻറ്റിൽ 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. സെൻ ടെക്നോളജിയുടെ പല കോസ്റ്റ് എഫക്റ്റീവ് ട്രെയിനിങ് പ്ലാറ്റ്ഫോമുകൾക്കും അമേരിക്കയിൽ പ്രചാരം ഏറി വരികയാണ്. റീസെൻ്റ്ലി സെൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഡിഫൻസ് ടെക്നോളജി കമ്പനികളിൽ നിന്നും അമേരിക്ക $2.8 ബില്യൺ വിവിധ ഡീലുകൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ പ്ലാറ്റ്ഫോമുകൾക്കും സിമുലേഷനുകൾക്കും അമേരിക്കയിൽ ഡിമാൻഡ് ഏറി വരികയുമാണ്. റീസെൻ്റ്ലി നടന്ന ITSEC 2024 ഇവൻറ്റിൽ പല അമേരിക്കൻ കമ്പനികളുമായി ചേർന്ന് കമ്പനിക്ക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവയ്ക്കാനുള്ള അവസരവും ലഭിച്ചു. സെൻ ടെക്നോളജിക്ക് ടാങ്ക് കണ്ടെയ്നറൈസ്ഡ് ക്രൂ ഗണറി സിമുലേറ്റർ, ഇൻഫൻട്രി വിർച്വൽ ട്രെയിനിങ് സിമുലേഷൻ സിസ്റ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് പേറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് റോബോട്ടിക് സൊല്യൂഷൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ച് നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൻ ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗും 2,200 രൂപയുടെ ടാർഗറ്റ് നൽകി. നവോമ 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ 36% CAGR വളർച്ചയാണ് സെൻ ടെക്നോളജിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സെൻ ടെക്നോളജിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 1,400 കോടി രൂപയുടെ ഓർഡർ കാണാൻ സാധിക്കും. ആൻറ്റി ഡ്രോൺ ടെക്നോളജി, ഡിഫൻസ് ട്രെയിനിങ് സൊല്യൂഷൻ സിമുലേഷൻ എന്നിവ ഡിഫൻസ് ട്രെയിനിങ് സൊല്യൂഷൻസ്, സിമുലേഷൻ സിസ്റ്റം എന്നിവയാണ് കമ്പനി പ്രധാനമായും പ്രൊവൈഡ് ചെയ്യുന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ 900 കോടി രൂപയുടെ റവന്യൂ എന്ന മൈൽ സ്റ്റോണും കമ്പനി അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. റീസെൻ്റ്ലി T90 സിമുലേറ്ററുകളുടെയും ഒരു പേറ്റൻറ്റ് കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ ട്രംപ് എലക്റ്റ് ആയതിനു ശേഷം ഡിഫൻസ് സെക്ടറിലെ കമ്പനികളിൽ ഒരു ബൈയിങ് മൊമെൻറ്റം അല്ലെങ്കിൽ ഡിഫൻസ് ഡീലുകൾ അമേരിക്കയും ഇന്ത്യയുമായുള്ള ഡിഫൻസ് ഡീലുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് അനലിസ്റ്റ് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. 1950 സെൻ ടെക്നോളജിയുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 2,100-2,200 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിയേക്കാം. അതേസമയം സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 2,000 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കണം സെൻ ടെക്നോളജി പോലുള്ള സ്റ്റോക്കുകളെ അവരുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ സ്റ്റോക്ക് സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു IT സ്റ്റോക്കാണ് സൊനാറ്റ സോഫ്റ്റ്വെയർ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഉയർന്ന് 669 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 870, 52 വീക്കിലോ 469. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67.35. സ്റ്റോക്കിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം വരുന്ന പല സ്റ്റോക്കുകളും അവരുടെ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും IT സെക്ടറിലെ സ്റ്റോക്കുകൾ. അമേരിക്കയിൽ ട്രംപ് പ്രസിഡൻ്റായി ഇലക്ട് ആയതിനു ശേഷവും ഡോളറും രൂപയുമായിട്ടുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നതും IT കമ്പനികളുടെ പെർഫോമൻസ് മെച്ചപ്പെടുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ്. പല IT സ്റ്റോക്കുകളും 52 വീക്ക് ഹൈക്ക് അടുത്തെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു IT സ്റ്റോക്കാണ് സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. സൊനാറ്റ സോഫ്റ്റ്വെയറിന് AMK ഗ്ലോബൽ ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗും 780 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. സൊനാറ്റ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർനാഷണൽ IT സർവീസ് ബിസിനസ് 26% വളർച്ച കൈവരിച്ചതും കഴിഞ്ഞ 10 ക്വാർട്ടറുകളിലായി കമ്പനിയുടെ സർവീസ് സെഗ്മെൻറ്റ് 4.3% CAGR വളർച്ച കൈവരിച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് AMK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെ കമ്പനിയുടെ ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് ഇംപ്രൂവ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആൻറ്റിസിപ്പേറ്റഡ് അപ്സ്റ്റിക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് കമ്പനിയുടെ പെർഫോമൻസിനെ പോസിറ്റീവായി ബാധിച്ചേക്കും. കൂടാതെ 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി $1.5 ബില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും AMK ഗ്ലോബൽ സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയിൽ കാണുന്നുണ്ട്. ഈ ഫാക്റ്റുകൾ പരിശോധിച്ചാണ് പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുകയും 780 രൂപയുടെ ടാർഗറ്റ് നൽകുകയും ചെയ്തത്. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന സ്റ്റോക്ക് 660 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 700 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 750-780 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. അതേസമയം ചാർട്ട് നോക്കുകയാണെങ്കിൽ ചാർട്ടിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം ഉണ്ട്.
മൂന്നാമത്തെ സ്റ്റോക്ക് HCL ടെക്നോളജി. IT സെഗ്മെൻറ്റിലെ തന്നെ ഒരു ലീഡിംഗ് പ്ലെയറാണ് HCL ടെക്നോളജി. 1900 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് HCL ടെക്നോളജി. സൺ ടെക്നോളജിയെ പോലെ തന്നെ HCL ടെക് എന്ന സ്റ്റോക്കിനെയും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വേണം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ആൾറെഡി സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. ഇവിടെ ഷെയർഖാൻ എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 2180 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. റീസെൻ്റ്ലി HP എന്ന IT കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി അസറ്റിനെ HCL എന്ന കമ്പനി അക്വയർ ചെയ്തിരുന്നു. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഹാഫ് ഇയറിൽ വീക്ക് സീസണായിട്ട് കൂടിയും സ്ട്രോങ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെക്കുകയും IT സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് ഗ്രോത്ത് ഉറപ്പാക്കുന്ന കമ്പനിയായി വളരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ HCL ടെക്നോളജിക്ക് ഷെയർഖാൻ ബൈ എന്ന റേറ്റിംഗും 2180 രൂപയുടെ ടാർഗറ്റും നൽകി. 2000 HCLനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 2200 വരെ സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സൺ ടെക്നോളജി, HCL ടെക് പോലുള്ള സ്റ്റോക്കുകളെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്